എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് നൂലുവള്ളിയിൽ നടന്ന സംഭവം. ഞാൻ ആ വീടിൻ്റെ മുൻവശത്ത് നടന്നപ്പോൾ എനിക്ക് ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അത് കണ്ട പലരും എന്നെ വിളിച്ചു ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇങ്ങനെ പോകുന്നു എന്നുള്ള ഒരു സ്ഥിരം ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയാണ്, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് വിവാഹം കഴിക്കാനായിട്ട് വലിയ താല്പര്യം, വിവാഹം എന്ന ഒരു ദാമ്പത്യ ജീവിതത്തോട് പല യുവതി യുവാക്കൾക്കും ഒരു അകൽച്ചയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പോയിട്ടൊരു ചെറിയൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ഒരു പേഴ്സണൽ ചിന്തകളും സംഗതികളൊക്കെയാണ്. അതിനുള്ള കാരണങ്ങളും വ്യത്യസ്തമാണ്. വിവാഹം കഴിക്കാതെ നിൽക്കുന്നു, ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ സംസ്കാരം കുറേയും കൂടി നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി തന്നെ ആ ഒരു സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. എനിക്ക് ഇതിലൊന്നും ഒരു തെറ്റും പറയാനില്ല. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു വിവാഹ ജീവിതത്തോട് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്ന സങ്കല്പത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. ഇനി ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചാൽ അതിൽ കുട്ടികളുണ്ടായി, ആ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത്രയും പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ടുപേര് തമ്മിൽ പരസ്പരം ഫേസ്ബുക്ക് വഴി അടുക്കുന്നു. പുതുക്കാട് ആമ്പല്ലൂർ സ്വദേശിയായിട്ടുള്ള ഭവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഈ നൂലുവള്ളി സ്വദേശിനിയായിട്ടുള്ള അനീഷ എന്ന് പറയുന്ന യുവതിയും തമ്മിൽ പ്രണയത്തിലാവുന്നു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നു, പ്രണയത്തിലാവുന്നു. അവർ തമ്മിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അതിലൊരു കുട്ടി ജനിക്കുന്നു. ഈ ആദ്യത്തെ കുട്ടി മരണപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ആദ്യത്തെ കുട്ടി പ്രസവാനന്തരം മരണപ്പെട്ടു. ആ കുട്ടിയെ അവിടെ തന്നെയുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് ആ കുട്ടിയുടെ അസ്ഥി എടുത്ത് നമ്മുടെ കാമുവിന് കൊടുക്കുന്നു, അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി. രണ്ടാമത് വീണ്ടും ഗർഭിണിയാവും. ആ കുട്ടിയെ കൊന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. ആ കുട്ടിയെയും കൊന്നു കുഴിച്ചിട്ടു. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതുപോലെ ഗർഭധാരണം ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള എന്തെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള സംഗതികളുണ്ട്. ഞാൻ പറഞ്ഞ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു മാനസിക തലം, കുഞ്ഞുങ്ങളെ കൊല്ലുക, എനിക്കത് ആ വീട്ടിൽ നിന്നിട്ട് എനിക്കത് മനസ്സിലാക്കുന്നില്ല. ഈ യുവതി എന്ന് പറയുന്നത് ഒരു ലാബ് അസിസ്റ്റൻ്റാണ്. അത്യാവശ്യം ലോകപരിചയം ഉണ്ടാവുമല്ലോ. എന്തെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ മറ്റും കാണുന്നു. നമ്മൾ സെക്ഷലായിട്ട് ബന്ധപ്പെടുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അപ്പോൾ അതിനുശേഷം ഗർഭധാരണം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളും വഴികളുണ്ടെന്ന്. ഈ കുട്ടികളെ ഉണ്ടാക്കി ആ കുട്ടികളെ ഇതുപോലെ കൊന്ന്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു അമ്മ ഗർഭം ധരിച്ച് ഉണ്ടായ കുട്ടിയെ കൊന്നിട്ട് ആ കുട്ടിയുടെ ശരീരം സ്കൂട്ടിയിലാക്കി കൊണ്ടുപോകുന്നു കാമുവിൻ്റെ അടുത്തേക്ക്. ഇതെങ്ങനെയാണ്? അല്ല, നമ്മുടെ ഒരു മാനസിക, നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു മാനസിക തലം ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് വലിയ സമ്പന്നമാകുകയാണ്. നമ്മൾ എന്തൊക്കെ വികസിച്ചിട്ടും നമ്മൾ എന്തൊക്കെ തരത്തിൽ നമ്മൾ വികാസം പ്രാപിച്ചിട്ടും നമ്മൾ മുന്നോട്ട് പോയിട്ടും ഇത്തരത്തിലുള്ള മനസ്സാക്ഷിയെ നടുക്കുന്ന ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എന്താണ് ഇതിനൊരു സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ശൈലിയും സംഗതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥ എന്താണ്? അതെന്താണത്? ഈ സൈക്കോകൾ ഇങ്ങനെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താ കാരണം എന്നുള്ളത് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ല. അമ്മ എന്ന് പറയണത് കുഞ്ഞിനെ കൊന്ന് സ്കൂട്ടിയിലാക്കി കൊണ്ടുപോകുന്നു. എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം സമൂഹത്തിൽ ഇങ്ങനെ ആവർത്തിക്കണം. അതുപോലെ ഞാൻ ഈ വിഷയത്തിൽ കണ്ട ഒരു സംഭവം, നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് ഒരാൾ ചെന്നു എന്ന് തന്നെ വിചാരിക്കുക. ഇപ്പോൾ ഈ സ്ത്രീ, ഈ അനീഷ എന്ന് പറയുന്ന സ്ത്രീ ഒരു സാധനം കുഴിച്ചിടുന്നതായിട്ട് അയൽപക്കത്തുള്ള ചേച്ചി കണ്ടു. ഈ അയൽപക്കത്തുള്ള ചേച്ചി കണ്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. എന്നെപ്പറ്റി ദുർവാദനം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ആ പോലീസ് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി പരിശോധന നടത്തേണ്ടതല്ലേ? ആ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ആ രണ്ടാമത്തെ ആൺകുഞ്ഞിന് രക്ഷപ്പെട്ടേനെന്ന്. ഇപ്പോഴാണ് മൊഴിയെടുക്കുന്നത് ആ അയൽപക്കത്തുള്ള ആ ചേച്ചിയുടെ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഈ നിയമ സംവിധാനങ്ങളിലെയും ഈ പോലീസ് സംവിധാനങ്ങളിലെ ഒക്കെ തന്നെ ചില കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ കൂടി ആവർത്തിക്കപ്പെടില്ലായിരുന്നു. ഇതുപോലുള്ള നടുക്കുന്ന വാർത്തകൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി? കുഞ്ഞുങ്ങളെ കൊല്ലുക, സ്കൂട്ടിയിലാക്കി മൃതദേഹം കൊണ്ടുപോവുക. അമ്മ എന്ന് പറയുന്ന സങ്കല്പമൊക്കെ എന്താണ് ഈ കാലഘട്ടത്തിലും ഇല്ലേ? നന്ദി, നമസ്കാരം. ഇപ്പൊ ഈ പറയുന്ന ചേച്ചി പറഞ്ഞല്ലോ, ഈ ഇത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരു പരാതി പറഞ്ഞോളൂ. അവരങ്ങനെ ഒരു പരാതി പറയാനായിട്ട് ചേച്ചിയായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നില്ലേ അവർക്ക്? നല്ല ബന്ധമായിരുന്നു ഈ അനീഷയ്ക്ക്. പിന്നെ എന്താണ് ചേച്ചിയോട് അങ്ങനെ ചേച്ചി അന്ന് കണ്ടു എന്ന് പറയണത്? ഈ വല്യമ്മ ഉണ്ടല്ലോ, വല്യമ്മ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ വെച്ച പറഞ്ഞു, പോലീസുകാരോട് കാല് പിടിച്ച് പറയണ മാതിരി പറഞ്ഞു, ഈ അക്ഷയെ സാറേ അവരോട് ചെന്ന് ചോദിക്കായിരുന്നു പറയും.
എൻ്റെ വല്യമ്മയാണ് പറഞ്ഞത്. അപ്പൊ ഈ വല്യമ്മോട് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി അവിടെ താമസിക്കുന്നുണ്ട്, അവളാ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ എന്നോട് വൈരാഗ്യാണ്. 14 കൊല്ലായി അവള് ഞങ്ങളുടെ ഭൂമിയുമ അറ്റാച്ച്മെന്റ് ആയിട്ട് ഒരു കുറി വിളിച്ചു കൊടുത്തതാ. അപ്പൊ ഞാൻ അവളുടെ പേർക്ക് കേസ് വെള്ളികുളങ്ങര കൊടുത്തിട്ടുണ്ടായി. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങളുടെ ചേച്ചിയുടെ വിവരം നിങ്ങൾക്ക് അറിയില്ല. അവളാണ് ഇത് ഈ വിലാസിനോട് പറഞ്ഞത്. ഈ വിലാസിനെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ഞാൻ ചെയ്യാത്ത കാര്യം പറയാത്ത കാര്യം ദിവസം ഒന്നും എനിക്ക് അറിയില്ല. അത് ഞാൻ ഇവിടെ കുഴി കുത്തുന്ന കേട്ടപ്പോ കോഴികള് കൊക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വല കെട്ടിയിട്ടുണ്ട്. അപ്പൊ വല്ല പാമ്പുകൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് തീറ്റയും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പൻ്റെ ഇവള് കുഴി കുത്തിയിട്ടിട്ട് അങ്ങോട്ട് കയറി പോയി. ഒരു ബക്കറ്റിൽ ഒരു സാധനം ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടായി. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടപ്പോ ഇവള് കുഴി മൂടി കഴിഞ്ഞിട്ട് അവള് ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് അവരെ വീടിന്റെ തെക്കേ പറട്ടി പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പിന്നെ ഒരുപാട് മാനസികമായിട്ട്, കാരണം എന്റെ ഭർത്താവിന് സുഖമില്ലാണ്ട് 8 കൊല്ലായി. ആ ആളെ പിടിച്ചവൻ തല്ലിയത് ഈ ഉമ്മർത്ത് വന്നിട്ട് ഈ അക്ഷയി മോനും അവളും അവളെ മോളും കൂടി വന്നേ. അതിനുശേഷം ഞാൻ പറയണ്ടേ, ഞങ്ങള് ചത്താ ശരി, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർ ഒരാളെ അത് അവരന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗതികേട് ഇന്ന് 2ാമത്തെ കൂലിയ.